ഈ മുസ്ലിം വിരുദ്ധ പരാമർശത്തിന്റെ പേരിൽ ഇപ്പോൾ PC ജോർജ് ഒളിവിലാണ്. അദ്ദേഹം നാളെ കീഴടങ്ങുമെന്നാണ് കിട്ടുന്ന വിവരങ്ങൾ. അദ്ദേഹം അങ്ങനെ കീഴടങ്ങുകയാണെങ്കിൽ ജയിലിലേക്കായിരിക്കുമോ അതോ തിരിച്ചു വരാൻ കഴിയുമോ? അത് മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമായി ഒരു ഉണർവ് നൽകാൻ കഴിയുമോ ഇത്തരം സംഭവങ്ങൾ? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പോക്ക് ജയിലിലേക്ക് തന്നെയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ പോയി ഒരു മുൻകൂർ ജാമ്യമൊക്കെ കിട്ടുക അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് ഹൈക്കോടതി ഇപ്പോൾ നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ ചിലത് ആ ജഡ്ജ്മെൻറ്റിൽ ഈ ജഡ്ജ്മെൻറ്റും കാണിച്ചുകൊണ്ടല്ലാണല്ലോ പിന്നെ നമുക്ക് സുപ്രീം കോടതിയിലോട്ട് പോകാൻ പറ്റുക. അപ്പം ജഡ്ജ്മെൻറ്റ് വായിച്ച് നോക്കുമ്പോൾ തന്നെ സുപ്രീം കോടതിയെ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും അതിനകത്ത് വന്നു പോയിരിക്കുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ജയിലിലേക്കുള്ള വഴിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ജയിലിൽ പോകുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ഗുണമായിട്ട് തന്നെ വരുള്ളൂ. കാരണം പ്രത്യേകിച്ച് ഇപ്പം തന്നെ അദ്ദേഹത്തിനെ മാത്രം ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പലരും പറയുന്നുണ്ട്, വേട്ടയാടുന്നു. അദ്ദേഹത്തിന്റെ മകന്റെ പരാമർശം ഉണ്ടായിരുന്നു, ഈ ആനപ്പുറത്തെ ഹമാസിന്റെ ചിത്രം വെച്ചവർക്കെതിരെ കേസില്ല, പാവപ്പെട്ട PC ജോർജിനെ വേട്ടയാടുന്നു എന്ന രീതി. അതെ 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 അല്ല, അതിനകത്ത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു വിഭാഗത്തിനെ മൊത്തത്തിൽ പറഞ്ഞതിൽ ഉള്ള ഗ്രാവിറ്റി കൂടുതൽ. നമ്മുടെ സെക്കുലാരിസം എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാന പ്രമാണമാണ് ഭരണഘടനയുടെ. ആ അടിസ്ഥാന പ്രമാണത്തിൽ തന്നെ തട്ടുന്ന വിധത്തിൽ പറഞ്ഞു എന്നൊക്കെ ഉള്ളതാണ് ഇതിനകത്തെ പ്രധാന വിഷയം. ഇത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് മുസ്ലിം ലീഗിൻ്റെ വക്കീലിനും ഗവൺമെൻറ് ലീഡർക്കും ഭംഗിയായിട്ട് കഴിഞ്ഞു. എന്നാൽ PC ജോർജിൻ്റെ വക്കീൽ ഇത് അദ്ദേഹത്തിന് പറ്റിയൊരു നാവുപിഴ എന്നുള്ള രീതിയിലൊക്കെ അതിനെ കൊണ്ടുപോകാനേ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർ ചൂണ്ടിക്കാണുന്നത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, പക്ഷെ അതിന് പിറ്റേ ദിവസം തന്നെ മാപ്പ് പറഞ്ഞു, അതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കണമെന്നാണ് ഈ വക്കീൽ ആവശ്യപ്പെടുന്നത്. പക്ഷേ അത് അത്രയ്ക്ക് ലൈറ്റായിട്ട് പറയാൻ പറ്റുന്നതല്ല. കാരണം ഒരു ഫേസ്ബുക്കിലെ ഒരു ലൈവ് എന്ന് പറയുന്ന ഒരു മാപ്പ് എന്ന് പറയുന്നത് എല്ലാവരും കാണണമെന്നില്ല. ഫേസ്ബുക്കിലെ അദ്ദേഹത്തിൻ്റെ പേജ് കാണുന്ന ചിലർ മാത്രമേ അറിയുള്ളൂ. ഇത് പബ്ലിക്കായിട്ട് ഒരു മീഡിയയിൽ കൂടി ഇങ്ങനെ പറഞ്ഞ് നാട് മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു എന്നൊക്കെയുള്ള വാദങ്ങൾ എതിർഭാഗത്ത് നിന്ന് ഉയർത്തി അത് കോടതിയുടെ ഇപ്പോൾ പറയുമ്പോൾ തന്നെ കുടുംബം ഇങ്ങനെ ആരോപിക്കുന്നത് നിരന്തരം PC ജോർജിനെ വേട്ടയാടുന്നു എന്നാണ്. പക്ഷെ അദ്ദേഹം എന്ന നേതാവിനെ നമുക്ക് വില കുറച്ച് കാണാൻ കഴിയില്ല. 30 വർഷത്തിലധികം MLA ആയിരുന്ന ഒരു നേതാവാണ്, ഇപ്പോഴും വലിയ സ്വാധീനമുള്ള നേതാവ്. അദ്ദേഹത്തിൻ്റെ മകൻ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ്, അതോടൊപ്പം തന്നെ ഒരു പ്രമുഖ പാർട്ടിയുടെ നേതാവും കൂടിയാണ്. അങ്ങനെ അദ്ദേഹത്തെ നിരന്തരം, അതോടൊപ്പം മറ്റൊരു കാര്യം, ഇദ്ദേഹം ന്യൂനപക്ഷ ആ സമുദായത്തിലൊരു പ്രമുഖ നേതാവാണ്. അപ്പോൾ ആ സമൂഹത്തിന് ഇപ്പോൾ തന്നെ BJPയോട് അടുക്കുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ PC ജോർജിനെ വേട്ടയാടുകയാണെന്ന തോന്നൽ ആ സമുദായത്തിനുണ്ടാകുമോ? PC ജോർജിനെ വേട്ടയാടുന്നുള്ള അത് ചിലപ്പം തോന്നിയേക്കാം. കാരണം പിന്നെ PC ജോർജിൻ്റെ കൊങ്ങയ്ക്ക് കുരുക്കിടുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ നീക്കം പോയിരിക്കുന്നത്. അപ്പം അദ്ദേഹം ശബ്ദിക്കരുത്, അദ്ദേഹം ഇനി ഇത്തരത്തിൽ ഇദ്ദേഹം മാത്രമല്ല ഇതുപോലെ ആരും പറയരുതെന്നുള്ള രീതിയിലേക്കാണ് നീങ്ങുന്നത്. അത് മുസ്ലിം സംഘടനകളുടെ കാര്യത്തിൽ വളരെ ജാഗരൂകരാണ്. ഞാൻ ഒരു റിപ്പോർട്ട് നോക്കി, കഴിഞ്ഞ 1-2 വർഷങ്ങളിലായിട്ട് നടന്ന പല സ്പീച്ചുകളുടെയും കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, വിവാദമായ സ്പീച്ചുകളുടെ കണക്കെടുത്ത് നോക്കി, ആ വിവാദമായ സ്പീച്ചുകളിൽ ഏതാണ്ട് 70-75% വരെ ഹെയ്റ്റ് സ്പീച്ചുകളാണെന്നുള്ളതാണ്. ആ ഹെയ്റ്റ് സ്പീച്ചുകൾ നടത്തിയത് ഹിന്ദുക്കൾ മാത്രമല്ല, മുസ്ലിങ്ങൾ മാത്രമല്ല, സിഖുകാരുണ്ട്, പിന്നെ ക്രിസ്ത്യാനികളുണ്ട്, എല്ലാ വിഭാഗങ്ങളും. ക്രിസ്ത്യാനികൾക്കിടയിൽ ഇപ്പോൾ ഒരു പ്രശ്നം ഇവിടെയല്ല ഞാൻ പറയുന്നത്. അല്ല, നമ്മൾ കേരളത്തിലേക്ക് നോക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് ഒരു തോന്നലുണ്ട്, തങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം പല ഭാഗത്തു നിന്ന് നടക്കുന്നതായ ഒരു തോന്നലുള്ളത്. അത് പാലാ ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ PC ജോർജിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം പരാമർശങ്ങൾ, ഈ വിവാദങ്ങൾ ആ സമുദായത്തെ സ്വാധീനിക്കുമോ? PC ജോർജിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് തനിക്ക് അനുകൂലമായി ആര് നിൽക്കുന്നോ അവരെ ഇളക്കി മറിക്കുന്ന ഒരു ശൈലിയാണ്. അദ്ദേഹത്തിൻ്റെ പിന്നെ സംസാരത്തിൽ അദ്ദേഹം ഒട്ടും പ്രിപ്പയർഡായിട്ടല്ല പലപ്പോഴും സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ഒന്നാമത്തെ പോയിൻ്റ് ആവേശമാണ്, രണ്ടാമത്തെ പോയിൻ്റ് തർക്കുത്തരമാണ്, മൂന്നാമത്തെ പോയിൻ്റ് തല്ലാണ്. ഇത് PC ജോർജിൻ്റെ ഒരു ശൈലിയാണ്. ഈ ശൈലി അദ്ദേഹം 30 വർഷമായിട്ടും തുടരുന്നതാണ്, അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ തുടരുന്നതാണ്. അദ്ദേഹം 22-ാമത്തെ വയസ്സിൽ പിന്നെ പൊളിറ്റിക്കൽ സജീവമായ കാലം മുതൽ അദ്ദേഹം ഈ പാർലമെൻ്ററി രംഗത്തേക്ക് വരുന്ന കാലം മുതൽ അദ്ദേഹം ഇതാണ്. പണ്ടെന്ന് ആരും ശ്രദ്ധിക്കില്ലല്ലോ. പണ്ട് ശ്രദ്ധിക്കുമായിരുന്നു, പക്ഷേ പണ്ട് ശ്രദ്ധിക്കുന്നത് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ, ഇങ്ങനെ മതവിഭാഗങ്ങൾ തമ്മിൽ വരുന്ന രീതിയിലല്ല വന്നിട്ടുള്ളത്. അത് ഒന്ന് കേരള കോൺഗ്രസിനെതിരെ, മാണി ഗ്രൂപ്പിനെതിരെ
ജോസഫിനോട് പറയുക, ജോസഫിനെതിരെ മാണിയോട് പറയുക, ഇങ്ങനെയൊക്കെയുള്ള കളികളും പിന്നെ LDFനെതിരെ UDF പറയുക, UDFനെതിരെ LDFനോട് പറയുക, ഇങ്ങനെയൊക്കെ മാറി മാറി അദ്ദേഹം പല കളികൾ കളിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് അദ്ദേഹം BJPയിൽ വന്നപ്പോഴാണ് ഈ സ്ട്രെയിറ്റായിട്ട് മതങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക്, മുമ്പും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തു മതത്തിൻ്റെ മേന്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിഷപ്പിൻ്റെ പിന്നെ ലൈംഗിക അതിക്രമത്തിനെതിരെയൊക്കെ അദ്ദേഹം ലൈംഗിക അതിക്രമങ്ങൾ നടന്നിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പല കാര്യങ്ങളും സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു തർക്കം വരുന്ന വിധത്തിൽ അതിൽ മുസ്ലിം വിഭാഗത്തിനെ ഫോക്കസ് ചെയ്തൊക്കെ പറയുന്നത് ഇപ്പോഴാണ്. മുസ്ലിം വിഭാഗത്തിൽ പ്രത്യേകിച്ച് SDP വോട്ട് കൊണ്ടാണ് അദ്ദേഹം 2016 പൂഞ്ഞാറിൽ നിന്ന് ആ പരാജയമായിരിക്കും അദ്ദേഹത്തെ ഇങ്ങനെ ഈ മുസ്ലിങ്ങൾക്കെതിരെ നിരന്തര വിമർശനം ഉന്നയിക്കാൻ കാരണമായി. ആ പരാജയം ഒരു വലിയ ഘടകമാണ്. ആ പരാജയം അദ്ദേഹം പ്രതീക്ഷിച്ചതല്ല. അദ്ദേഹം പ്രതീക്ഷിച്ചത് പൂഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലത്തെ SDP കുറേ നേതാക്കൾ മാത്രം വിചാരിച്ചാൽ എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം മുസ്ലിം ജനത മുഴുവൻ എൻ്റെ കൂടെ നിൽക്കും. SDP കുറേ നേതാക്കളും അവരുടെ സജീവമായ കുറേ പ്രവർത്തകരും ചിലപ്പം എന്നിൽ നിന്ന് വിട്ടുപോയെങ്കിലും മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞാൻ 30 വർഷമായിട്ട് നിലകൊണ്ടിട്ടുള്ള ആൾ, അവരുടെ ഉന്നമനത്തിനും കൂടെ വേണ്ടി ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള ആൾ. അപ്പോൾ അവരെന്തായാലും എൻ്റെ കയ്യിൽ കടിക്കില്ല, ഞാൻ അത്രയ്ക്ക് ഉപകാരങ്ങൾ അവർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ധാരണയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അത് സത്യമാണ്. പൂഞ്ഞാറിൽ എന്ത് കൊണ്ടുവന്നിട്ടുണ്ടോ അതിൻ്റെ പിന്നെ അവിടെ എഴുതി വെക്കേണ്ട കാര്യമില്ല. ഇത് സ്ഥാപിച്ചത് പൂഞ്ഞാർ എന്ന് പറയാൻ ഈ പൂഞ്ഞാറിലെ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് PC ജോർജ് എന്ന് പറയേണ്ട കാര്യമില്ല. പൂഞ്ഞാറിലെ കോടതി സ്ഥാപിച്ചത് PC ജോർജ് എന്ന് എഴുതി വെക്കേണ്ട കാര്യമില്ല. പൂഞ്ഞാറിലെ വൈദ്യുത പിന്നെ ഓഫീസുകൾ സ്ഥാപിച്ചത് PC ജോർജ് എന്ന് എഴുതി വെക്കേണ്ട കാര്യമില്ല. പൂഞ്ഞാറിലെ കോടതി അല്ലെങ്കിൽ പിന്നെ RTO ഓഫീസ് സ്ഥാപിച്ചത്, താലൂക്ക് ഓഫീസ് സ്ഥാപിച്ചത് PC ജോർജ് എന്ന് എഴുതി വെക്കേണ്ട കാര്യമില്ല. അതെല്ലാം എഴുതി വെക്കാതെ തന്നെ എല്ലാവർക്കും നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഇത് PC ജോർജാണ് കൊണ്ടുവന്നത്. നല്ല റോഡ് കൊണ്ടുവന്നത് PC ജോർജ്, നല്ല വൈദ്യുത സംവിധാനം കൊണ്ടുവന്നത് PC ജോർജ്, ജലം കൊണ്ടുവന്നത് PC ജോർജ്, എല്ലാം PC ജോർജ് തന്നെയാണ്. അപ്പോൾ PC ജോർജിന് 2016 പിന്നെ സ്വതന്ത്രനായി നിന്ന് മത്സരിച്ച് ജയിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിഭയങ്കരമായ വിശ്വാസവും വന്നു. ഈ ജനത മുഴുവൻ എൻ്റെ കൂടെയാണ്. കാരണം കേരളത്തിൽ ആരും അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കുന്ന പതിവില്ലല്ലോ. 140 മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് നിന്ന് ഒരാൾ ഒരു പിന്തുണയില്ലാതെ അങ്ങനെ ജയിക്കുന്ന പതിവില്ല. മുമ്പൊരിക്കൽ ജോർജ് കല്ലുപാറയൊറ്റ ജയിച്ചിട്ടുണ്ട്. അത് പക്ഷേ പൊതുവിൽ അങ്ങനെ ജയിക്കുന്ന ഒരു സംവിധാനം ഇല്ല. അപ്പോൾ PC ജോർജ് അങ്ങനെ ജയിച്ചപ്പോൾ PC ജോർജിന് തന്നെ ആത്മവിശ്വാസം കൂടി. പിന്നെ ഞാൻ പിന്നെ സഹായിച്ച ജനങ്ങൾ മുഴുവൻ എൻ്റെ കൂടെ നിൽക്കും. SDP കുറേ നേതാക്കൾ മാത്രമേ എൻ്റെ കൂടെ നിന്ന് പോവുള്ളൂ എന്നൊക്കെയുള്ള ധൈര്യമുണ്ടായിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം വളരെ വ്രണതനാണ്. പക്ഷേ ഒരുപക്ഷെ BJPയിലേക്ക് പോകാൻ തന്നെ കാരണം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സ്നേഹിച്ച എന്നോടൊപ്പം ഞാൻ അവരോടൊപ്പം നിന്നിട്ട് എന്നെ അവർ കൈവഴിഞ്ഞു എന്നുള്ള തോന്നലായിരിക്കാം. അത് അദ്ദേഹത്തിൻ്റെ ചില വാചകങ്ങളിലുള്ള ഇതിൽ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് മാറും. അത് മുസ്ലിം ജനതയുടെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ശശി തരൂരിനെ പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കാൻ പൊക്കിക്കൊണ്ട് നടന്നതാണ്. പാണക്കാട് തങ്ങൾ മുതൽ എല്ലാവരും പൊക്കിക്കൊണ്ട് നടന്നതാണ്. ഒറ്റ സ്പീച്ചാണ്. കോഴിക്കോട് പോയിട്ട് ഹമാസ് തീവ്രവാദികൾ എന്നുള്ളൊരൊറ്റ വാക്ക്, നാക്കുപിഴ എന്ന് വേണമെങ്കിൽ, നാക്കുപിഴയല്ല, അദ്ദേഹം അങ്ങനെ പറഞ്ഞതാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബേസ് പോയി. ഇത് തന്നെയാണ് PC ജോർജിനും പറ്റിയത്. ഇത് കൃത്യമായി മുതലെടുക്കാൻ BJPക്ക് കഴിയുമോ? കാരണം അദ്ദേഹം എന്ന രാഷ്ട്രീയ നേതാവിനെ BJP അങ്ങനെ അധികം ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മകനായ ഷോൺ ജോർജ് മുനമ്പവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളിലെല്ലാം ഇടം പിടിക്കുന്നുണ്ട്. പക്ഷെ PC ജോർജിനെ കൃത്യമായി ഉപയോഗിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ പശ്ചാത്തലത്തിൽ അത് BJPക്ക് അത് കവർ ചെയ്യാൻ കഴിയുമോ? BJPക്ക് പിന്നെ കവർ ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം നമ്മൾ കേട്ടതാണ് PC ജോർജിനെ ആയിരിക്കും പത്തനംതിട്ട സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളത്. പക്ഷേ അവസാന നിമിഷം PC ജോർജിനെ സ്ഥാനാർത്ഥിയാക്കണോ വേണ്ടോ എന്നുള്ളൊരു സംശയത്തിൽ BJP നേതൃത്വം, ദേശീയ നേതൃത്വം പ്രത്യേകിച്ച് എത്തിച്ചേർന്നു. അപ്പോൾ അതിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ അവരും ചിന്തിക്കുന്നുണ്ടാവണം. പക്ഷേ ഈ ഒരു വിഷയം പ്രധാനപ്പെട്ട വിഷയമാണ്. അല്ല, അത് ചിലപ്പോൾ ഇദ്ദേഹത്തിന് പ്രായമായിരിക്കുമോ? കാരണം ഈ പ്രായം 80ലേക്കെല്ലാം അല്ല, ഒരുപാട് ഘടകങ്ങളുണ്ട്. പിന്നെ അനിൽ ആൻ്റണിയെ അവിടെ അങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതൊരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവിടെ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഒരു വലിയ സപ്പോർട്ട് യുവാവായാൽ കിട്ടുമെന്നൊക്കെയുള്ളൊരു തോന്നലുമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആയിരിക്കാം. പക്ഷേ എന്നാൽ PC ജോർജിന് അതിനേക്കാൾ മികച്ച രീതിയിൽ വരാൻ പറ്റുമെന്ന് ഒരുപാട് പേര് BJPക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയൊക്കെ ഉണ്ടായി. പക്ഷേ എന്നിട്ടും അവിടെ അനിൽ ആൻ്റണിക്കാണ് PC ജോർജിനേക്കാൾ മുൻഗണന ലഭിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയത്തിൽ പക്ഷേ PC ജോർജിനെ അങ്ങനെ തഴയാൻ വഴിയില്ല. കാരണം
ഇത് പിന്നെ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റാണെന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തിന് തോന്നിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ കേസ് അപ്പോൾ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? അദ്ദേഹം ജയിലിലേക്ക് മുൻപും ഒരു അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായി ഇത്തരം വിവാദ പരാമർശം നടത്തി അദ്ദേഹം അന്ന് ജയിലിലായിരുന്നു. പിന്നീടാണ് അദ്ദേഹം അന്ന് ജനപക്ഷം എന്ന സ്വന്തം പാർട്ടിയായിരുന്നു, അങ്ങനെ BJPയോട് അടുക്കുകയാണ്. ഇപ്പോൾ വീണ്ടും മറ്റൊരു കേസ്, അങ്ങനെ വീണ്ടും ജയിലിലേക്ക് എത്തുകയാണെങ്കിൽ വരുന്ന അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ എന്തായിരിക്കും? അല്ല, അത് പിന്നെ വലിയൊരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കാൻ അദ്ദേഹം തീർച്ചയായിട്ടും ശ്രമിക്കും. BJPയും അതിന് ശ്രമിക്കും. അത് അദ്ദേഹത്തിന് പൊളിറ്റിക്കലി ഗുണം ചെയ്യുകയും ചെയ്യും. അദ്ദേഹം ഇനിയും നിൽക്കുന്നിടത്ത് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് BJPയുടെ കൂടെ ഉറച്ച് നിൽക്കാനായിട്ടുള്ള നിലപാടുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് അദ്ദേഹത്തിന് ഗുണം ചെയ്യും. അതിനേക്കാളൊക്കെ ഉപരി ഹൈക്കോടതി ഇപ്പോൾ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ലോ കമ്മീഷനും സർക്കാരിനുമൊക്കെ ഇത്തരത്തിലുള്ള ഹെയ്റ്റ് സ്പീച്ചുകളും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെക്കുറിച്ചും രാഷ്ട്രീയക്കാർ ഇത് കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചും രാഷ്ട്രീയക്കാരുടെ നിരന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പിന്നെ അതിർത്തി ലംഘിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ഒരു നിയമസംഹിത ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിയമസംഹിത ചിലപ്പോൾ പിന്നെ കേന്ദ്ര സർക്കാരും സീരിയസ് ആയിട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ഒരു വ്യക്തത വരും. ഇപ്പോൾ സെക്കുലറിസം അടക്കം ഉള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത, ഏതൊക്കെ കാര്യത്തിൽ എന്തൊക്കെ പറഞ്ഞാൽ അത് ഹെയ്റ്റ് സ്പീച്ച് ആവും, അല്ലെങ്കിൽ ഏതൊക്കെ പറഞ്ഞാൽ പരിധിയാണ് അതിന് നിശ്ചയിക്കേണ്ടത്, എതിർഭാഗത്തു നിന്നും വരുന്ന മറ്റ് പ്രതികരണങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇതിന് ഘടകമായിട്ട് വരണമോ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഇപ്പോൾ നിയമവശത്തിൽ ചിന്തിക്കേണ്ടതായിട്ട് വരും. ആ നിയമപരമായ ചിന്തകൾ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു പുതിയ നിയമ പൊളിച്ചെഴുത്തിനും കൂടെ ഇടവരുത്തും. അത് BJP അതിന് ശ്രദ്ധ കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു നിയമത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് മുസ്ലിം സംഘടനകൾ മുന്നോട്ട് വരും. അങ്ങനെ വരികയാണെങ്കിൽ BJPയും അതിനകത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തും. അപ്പോൾ ഒരു പുതിയ നിയമസംഹിത തന്നെ ഇതിനകത്ത് വന്നുകൂടായികയില്ല. ഹെയ്റ്റ് സ്പീച്ചിനും അതിൻ്റെ പിന്നെ വിലയിരുത്തലിനും അതിൽ ഏത് പരിധി വരെ പോകും, അത് കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു നിജസ്ഥിതി ഉണ്ടാക്കാൻ ഇത് ഉപകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.